നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. TCSന് അറ്റാദായത്തിൽ വർധന. വാർഷികാടിസ്ഥാനത്തിൽ അറ്റാദായം 6% വർദ്ധിച്ച് 12,760 കോടി രൂപയായി. കമ്പനി 11 രൂപ ലാഭവിഹിതം പ്രഖ്യാപിച്ചു. ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് കുറഞ്ഞ US താരിഫ് എന്ന് റിപ്പോർട്ട്. പുതിയ താരിഫ് നയത്തിന്റെ പ്രധാന ഗുണഭോക്താവായി ഇന്ത്യ മാറും. LICയുടെ ഓഹരി വീണ്ടും വിൽക്കുന്നു. LICയിൽ 96.5% ഓഹരി പങ്കാളിത്തം സർക്കാരിന്. ഖനന സ്ഥാപനമായ വേദാന്തയുടെ CEO രാജിവെച്ചു. ഷോർട്ട് സെല്ലർ ഉയർത്തിയ ആരോപണങ്ങളെ തുടർന്നാണ് ക്രിസ് ഗ്രിഫിത്തിന്റെ രാജി. $25,000 കോടി രൂപയുടെ ഓഹരി വിൽപ്പനയ്ക്ക് SBI. QIP അടുത്തയാഴ്ച ആദ്യം. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 345 പോയിന്റ് ഇടിഞ്ഞ് 83,190-ലും നിഫ്റ്റി 120 പോയിന്റ് ഇടിഞ്ഞ് 25,355-ലും ക്ലോസ് ചെയ്തു. സെൻസെക്സ് ഓഹരികളിൽ ഭാരതി എയർടെൽ, ഏഷ്യൻ പെയിന്റ്സ്, ഇൻഫോസിസ്, ഭാരത് ഇലക്ട്രോണിക്സ്, ടെക് മഹീന്ദ്ര, എറ്റേണൽ എന്നിവ ഇടിവ് രേഖപ്പെടുത്തി. അതേസമയം മാരുതി, ടാറ്റ സ്റ്റീൽ, ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, ട്രെൻഡ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എന്നിവ നേട്ടമുണ്ടാക്കി. സെക്ടറൽ സൂചികകളിൽ നിഫ്റ്റി IT, FMCG, മീഡിയ, ഫാർമ എന്നിവ 0.55% വീതം താഴ്ന്നപ്പോൾ മെറ്റൽ, റിയാലിറ്റി എന്നിവ 0.42 മുതൽ 0.72% വരെ ഉയർന്നു. നിഫ്റ്റി മിഡ് ക്യാപ് സൂചിക 0.29%, സ്മോൾ ക്യാപ് സൂചിക 0.28% ഇടിഞ്ഞു. ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ അറ്റാദായത്തിൽ വർധന. വാർഷികാടിസ്ഥാനത്തിൽ അറ്റാദായം 6% വർദ്ധിച്ച് 12,760 കോടി രൂപയായി. കമ്പനി 11 രൂപ ലാഭവിഹിതം പ്രഖ്യാപിച്ചു. ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിലെ അറ്റാദായം വാർഷികാടിസ്ഥാനത്തിൽ 6% വർദ്ധിച്ച് 12,760 കോടി രൂപയായി. വരുമാനം വിപണി പ്രതീക്ഷകളെ മറികടന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനിയുടെ ഏപ്രിൽ-ജൂൺ പാദത്തിൽ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം 1.3% വർദ്ധിച്ച് 63,437 കോടി രൂപയായി. TCS 1 രൂപ മുഖവിലയുള്ള ഒരു ഓഹരിക്ക് 11 രൂപ ഇടക്കാല ലാഭവിഹിതം പ്രഖ്യാപിച്ചു. ഇടക്കാല ലാഭവിഹിതം 2025 ഓഗസ്റ്റ് 4-ന് ഓഹരി ഉടമകൾക്ക് നൽകുമെന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫയലിംഗിൽ കമ്പനി പറഞ്ഞു. റെക്കോർഡ് തീയതി 2025 ജൂലൈ 16-ആണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് കുറഞ്ഞ US താരിഫ് എന്ന് റിപ്പോർട്ട്. പുതിയ താരിഫ് നയത്തിന്റെ പ്രധാന ഗുണഭോക്താവായി ഇന്ത്യ മാറും. മറ്റ് ഏഷ്യ പസഫിക് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയ്ക്ക് കുറഞ്ഞ താരിഫ് ചുമത്തിയേക്കാമെന്ന് അരിഹന്ത് ക്യാപിറ്റലിന്റെ റിപ്പോർട്ട്. ഇത് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാനും ഉൽപാദനശേഷി ശക്തിപ്പെടുത്താനും ഇന്ത്യയെ സഹായിക്കും. കംബോഡിയ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾക്ക് US ഉയർന്ന താരിഫ് ചുമത്താൻ സാധ്യതയുണ്ട്. നിലവിലുള്ള ഉഭയകക്ഷി കരാറുകളുടെ പിന്തുണയോടെ ഇതിൽ നിന്ന് ഇന്ത്യക്ക് നേട്ടമുണ്ടാകാം. മെയ് മാസത്തിൽ UK ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചതും യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ചകളും ആഗോള ഉൽപാദന കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. എന്നിരുന്നാലും പ്രധാന ഉൽപാദന മേഖലകളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള US സർക്കാരിന്റെ ശ്രമം ഇന്ത്യയ്ക്കുള്ള മൊത്തത്തിലുള്ള നേട്ടങ്ങളെ പരിമിതപ്പെടുത്തുമെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകി. ബുധനാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 14 രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള പുതിയ താരിഫ് പട്ടിക പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വീണ്ടും LICയുടെ ഓഹരി വിൽപ്പനയുമായി സർക്കാർ. LICയിൽ 96.5% ഓഹരി പങ്കാളിത്തമാണ് സർക്കാരിനുള്ളത്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിലെ കൂടുതൽ ഓഹരി വിൽപ്പനയ്ക്കായി സർക്കാർ തയ്യാറെടുക്കുന്നു. LICയിൽ നിലവിൽ 96.5% ഓഹരികൾ സർക്കാരിനുണ്ട്. 2022 മെയ് മാസത്തിൽ ഒരു ഓഹരിക്ക് 902 മുതൽ 949 രൂപ വരെ എന്ന പ്രൈസ് ബ്രാൻഡിൽ പ്രാരംഭ പബ്ലിക് ഓഫറിംഗ് വഴി 3.5% വിറ്റഴിച്ചിരുന്നു. ഓഹരി വിൽപ്പനയിലൂടെ സർക്കാരിന് ഏകദേശം 21,000 കോടി രൂപ ലഭിച്ചു. LICയിൽ ഓഫർ ഫോർ സെയിൽ വഴി കൂടുതൽ ഓഹരി വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടെന്നും ചർച്ചകൾ ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. 2027 മെയ് 16-നകം LICയിൽ 10% പൊതു ഓഹരി പങ്കാളിത്തം ഉയർത്തുന്നതിന് സർക്കാർ 6.5% ഓഹരികൾ കൂടി വിൽക്കേണ്ടതുണ്ട്. ഓഹരി വിൽപ്പനയുടെ വിശദാംശങ്ങൾ പിന്നീട് തീരുമാനിക്കും. LICയുടെ നിലവിലെ വിപണി മൂലധനം 5.85 ലക്ഷം കോടി രൂപയാണ്.
ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിവാദം കത്തിപ്പടരുന്നതിനിടെ വേദാന്തയുടെ സിഇഒ രാജിവെച്ചു. ഷോർട്ട് സെല്ലർ ഉയർത്തിയ ആരോപണങ്ങളെ തുടർന്നാണ് ഖനന സ്ഥാപനത്തിന്റെ സിഇഒ ക്രിസ് ഗ്രിഫിത്ത് രാജിവെച്ചത്. 2023 വേദാന്ത റിസോഴ്സസിൽ ചേർന്ന ക്രിസ് ഗ്രിഫിത്ത് കഴിഞ്ഞ ദിവസം ഖനന സ്ഥാപനം വിട്ടതായാണ് വിവരം. ഷോർട്ട് സെല്ലേഴ്സ് റിപ്പോർട്ടിൽ ലക്ഷ്യമിട്ട ശതകോടീശ്വരൻ അനിൽ അഗർവാളിന്റെ വേദാന്ത റിസോഴ്സസിന് അതിന്റെ ഉന്നത എക്സിക്യൂട്ടീവിനെ നഷ്ടപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ദക്ഷിണാഫ്രിക്കയിലെയും നമീബിയയിലെയും സിംഗഖനികൾ പോലുള്ള വേദാന്തയുടെ ചില പ്രധാന ആസ്തികളുടെ ചുമതല വഹിക്കുന്നതിനു പുറമെ ഗ്രിഫിത്ത് കമ്പനിയുടെ അന്താരാഷ്ട്ര ബിസിനസിന്റെ പ്രസിഡന്റുമായിരുന്നു. എക്സിക്യൂട്ടീവിന് പകരക്കാരനെ വേദാന്ത നിയമിച്ചിട്ടുണ്ടോ എന്ന് അറിവായിട്ടില്ല. US ഷോർട്ട് സെല്ലിംഗ് കമ്പനിയായ വൈസ്രോയി റിസർച്ചിന്റെ റിപ്പോർട്ടിന് പിന്നാലെ ശതകോടീശ്വരൻ അനിൽ അഗർവാളിന്റെ നേതൃത്വത്തിലുള്ള വേദാന്ത റിസോഴ്സസിന്റെ ഓഹരികൾ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു. വേദാന്തയുടെ UK കേന്ദ്രമായ മാതൃകമ്പനി ഇന്ത്യയിലെ വേദാന്ത ലിമിറ്റഡിനെ സാമ്പത്തികമായി നശിപ്പിക്കുകയാണെന്ന് റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. നിക്ഷേപകർക്ക് പ്രതീക്ഷിക്കാനാവാത്ത നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന രീതിയിലാണ് കമ്പനിയുടെ പ്രവർത്തനമെന്നാണ് പ്രധാന ആരോപണം. ഇതേ തുടർന്നാണ് ഗ്രിഫിത്ത് രാജിവെച്ചത്. വൈസ്രോയി റിസർച്ചിന്റെ ആരോപണം അടിസ്ഥാനമില്ലാത്തതാണെന്ന് വേദാന്ത പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 25,000 കോടി രൂപയുടെ ഓഹരി വിൽപ്പനയ്ക്ക് SBI. QIP അടുത്തയാഴ്ച ആദ്യം തന്നെ ആരംഭിക്കുമെന്ന് ബാങ്ക് സ്ഥിരീകരിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഹരികളുടെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെന്റ് ആരംഭിക്കാൻ ഒരുങ്ങുന്നു. ഇതുവഴി 25,000 കോടി രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം. ഇത് ഇന്ത്യയിലെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ QIP ആയിരിക്കും. കോൾ ഇന്ത്യയുടെ 2015 വിൽപ്പനയെ ഇത് മറികടക്കുമെന്ന് കണക്കാക്കുന്നു. മെയ് മാസത്തിൽ ബാങ്കിന്റെ ബോർഡ് വിൽപ്പനയ്ക്ക് അംഗീകാരം നൽകി. വായ്പാ വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനും ബാലൻസ് ഷീറ്റ് ശക്തിപ്പെടുത്താനുമുള്ള SBIയുടെ വിശാലമായ പദ്ധതികളുടെ ഭാഗമാണ് ഈ വിൽപ്പന. സിറ്റി ഗ്രൂപ്പ് ഇൻകോർപ്പറേറ്റഡ്, HSBC ഹോൾഡിംഗ്സ് PLC എന്നിവയുടെ ഇന്ത്യൻ ശാഖകൾ, ICICI സെക്യൂരിറ്റീസ് ലിമിറ്റഡ്, കൊട്ടക് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ്, മോർഗൻ സ്റ്റാൻലി, SBI ക്യാപിറ്റൽ മാർക്കറ്റ്സ് ലിമിറ്റഡ് എന്നിവയുൾപ്പെടെ 6 നിക്ഷേപ ബാങ്കുകളെ ഇടപാട് കൈകാര്യം ചെയ്യുന്നതിനായി SBI ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ബ്ലൂംബർഗ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ വ്യാപാര പ്രതിനിധി സംഘം US സന്ദർശിക്കും. ഇന്ത്യ-US വ്യാപാര ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിനാൽ സന്ദർശനം നിർണായകമാണ്. നിലവിലെ താരിഫ് തർക്കത്തിനും ഉഭയകക്ഷി വ്യാപാര കരാറിനുമായി അമേരിക്കയുമായി മറ്റൊരു റൗണ്ട് ചർച്ചയ്ക്കായി ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയ സംഘം ഉടൻ US സന്ദർശിക്കുമെന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ അറിയിച്ചു. സന്ദർശന തീയതികൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ സംഘം അടുത്തയാഴ്ച വാഷിംഗ്ടൺ സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിന് അന്തിമരൂപം നൽകാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്ന് വാണിജ്യ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയും നിർദ്ദിഷ്ട ഇന്ത്യ-US ഉഭയകക്ഷി വ്യാപാര ഉടമ്പടി ചീഫ് നെഗോഷിയേറ്ററുമായ രാജേഷ് അഗർവാൾ പറഞ്ഞു. ഈ വർഷം സെപ്റ്റംബർ-ഒക്ടോബറിനുള്ളിൽ കരാറിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയാണ് ലക്ഷ്യമെന്നും അതിനു മുമ്പ് ഒരു ഇടക്കാല കരാർ ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അധിക ഇറക്കുമതി തീരുവ ചുമത്തുന്നത് ഓഗസ്റ്റ് 1 വരെ US നീട്ടിയതിനാൽ ഈ സന്ദർശനം പ്രാധാന്യമർഹിക്കുന്നു. ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം അന്തിമമാക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയും US-ഉം മാസങ്ങളായി ചർച്ചകൾ നടത്തിവരുന്നു. US-ലെ തൊഴിലാളികളെ നയിക്കുന്ന മേഖലകൾക്ക്, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ്, ഇലക്ട്രോണിക്സ് എന്നിവയ്ക്ക് മെച്ചപ്പെട്ട വിപണി അവസരങ്ങൾ ഉറപ്പാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ജനിതക മാറ്റം വരുത്തിയ വിളകളും കാലിത്തീറ്റയും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാൻ US അനുമതി തേടുന്നു. ഇത് ഇന്ത്യൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാണ്. നിരവധി ഇന്ത്യൻ കർഷകർ ചെറുകിട ഉപജീവന കൃഷിയെ ആശ്രയിക്കുന്നതിനാൽ വെല്ലുവിളി ഉയർത്തുന്നു. തായ്ലാന്റ്, മ്യാൻമാർ, ബംഗ്ലാദേശ്, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നിവയുൾപ്പെടെ 14 രാജ്യങ്ങൾക്ക് പുതിയ താരിഫുകൾ പ്രഖ്യാപിക്കുന്നതിന് ശേഷം ഇന്ത്യയുമായി ഒരു കരാറുണ്ടാക്കാനാണ് അടുത്ത ശ്രമമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധന. ഗ്രാമിന് 20 രൂപയും പവന് 160 രൂപയുമാണ് വർദ്ധിച്ചത്. സ്വർണം ഗ്രാമിന് 9,020 രൂപയും പവന് 72,160 രൂപയുമാണ് വിപണി വില. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധന രേഖപ്പെടുത്തി. ഗ്രാമിന് 15 രൂപ ഉയർന്ന് 7,365 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളിവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 116 രൂപയാണ് വില. കേരള വാർത്തകൾ നോക്കാം. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് മരണപ്പെട്ട വൈക്കം സ്വദേശിനി ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ. 10 ലക്ഷം രൂപ ധനസഹായത്തിന് പുറമെ മകന് ജോലി നൽകാനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വിശദാംശങ്ങളുമായി അമലാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അമൽ, മറ്റെന്തൊക്കെ തീരുമാനങ്ങളാണ് മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ടത്? വിശദാംശങ്ങൾ. വിദ്യ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ബിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമായത്. ഇതോടൊപ്പം ബിന്ദുവിന്റെ മകൻ നവനീതിന് ഉചിതമായ ജോലി നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ശുപാർശ ചെയ്യുവാനും യോഗം തീരുമാനിച്ചു. ഇതിനു പുറമെ വയനാട് ടൗൺഷിപ്പ് പദ്ധതിക്ക്
പദ്ധതിയുടെ നടത്തിപ്പിനായുള്ള ത്രികക്ഷി കരാറിനും അംഗീകാരം നൽകി. കരാർ നടപ്പാക്കുന്നതിന് സ്പെഷ്യൽ ഓഫീസർ എസ് സുഹാസ് IAS മന്ത്രിസഭ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിക്കുന്നതിനായി ദാനമായോ വിലയ്ക്ക് വാങ്ങിയോ ധനനിശ്ചയ മുഖേനയോ മറ്റേതു വിധേനയോ ലഭ്യമാകുന്ന ഭൂമിയുടെ രജിസ്ട്രേഷൻ ആവശ്യമായ മുദ്രവില, രജിസ്ട്രേഷൻ ഫീസ് എന്നിവയിൽ ഇളവ് അനുവദിക്കുന്ന തീരുമാനമാണ് മറ്റൊന്ന്. ഭൂമി സ്വീകരിക്കുന്നയാൾ ലൈഫ് മിഷൻ പദ്ധതി ഗുണഭോക്താവാണെന്നും ഭൂമി ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാൻ വേണ്ടിയുള്ളതാണെന്നും ജില്ലാ കളക്ടർ അധികാരപ്പെടുത്തുന്ന തഹസിൽദാർ കുറയാത്ത റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോ നൽകുന്ന സാക്ഷ്യപത്രം കൂടി രജിസ്ട്രേഷൻ രേഖകളോടൊപ്പം ഹാജരാക്കേണ്ടതുണ്ട്. ഉത്തരവ് തീയതി മുതൽ 2 വർഷ കാലയളവിലേക്കാണ് മുദ്രവിലയിലും രജിസ്ട്രേഷൻ ഫീസിലും ഇളവ് അനുവദിക്കുക. പ്രളയത്തിൽ തകർന്ന വീടുകൾക്ക് പകരം മുത്തൂറ്റ് പാപ്പച്ചൻ ഫൗണ്ടേഷൻ പത്തനംതിട്ട ചിറ്റാറിൽ 9 പേർക്ക് നിർമ്മിച്ച വീടുകൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ആധാര രജിസ്ട്രേഷൻ ആവശ്യമായ മുദ്രവിലയും രജിസ്ട്രേഷൻ ഫീസും ഒഴിവാക്കി നൽകാനും തീരുമാനമായിട്ടുണ്ട്. ഒപ്പം അട്ടപ്പാടിയിൽ ട്രൈബൽ താലൂക്ക് സപ്ലൈ ഓഫീസ് സ്ഥാപിക്കാനും പത്തനംതിട്ടയിൽ 2023 473 ദുരന്തബാധിതർക്ക് 95,32,500 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കാനും 2024 ടെലികമ്മ്യൂണിക്കേഷൻ ചട്ടങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളാണ് അമൽ വിശദീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. TCSന് അറ്റാദായത്തിൽ വർധന. വാർഷികാടിസ്ഥാനത്തിൽ അറ്റാദായം 6% വർദ്ധിച്ച് 12,760 കോടി രൂപയായി. കമ്പനി 11 രൂപ ലാഭവിഹിതം പ്രഖ്യാപിച്ചു. ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് കുറഞ്ഞ US താരിഫ് എന്ന റിപ്പോർട്ട്. പുതിയ താരിഫ് നയത്തിന്റെ പ്രധാന ഗുണഭോക്താവായി ഇന്ത്യ മാറും. LICയുടെ ഓഹരി വീണ്ടും വിൽക്കുന്നു. LICയിൽ 96.5% ഓഹരി പങ്കാളിത്തം സർക്കാരിന്. ഖനന സ്ഥാപനമായ വേദാന്തയുടെ CEO രാജിവെച്ചു. ഷോർട്ട് സെല്ലർ ഉയർത്തിയ ആരോപണങ്ങളെ തുടർന്നാണ് ക്രിസ് ഗ്രിഫിത്തിന്റെ രാജി. 25,000 കോടി രൂപയുടെ ഓഹരി വിൽപ്പനയ്ക്ക് SBI. QIP അടുത്തയാഴ്ച ആദ്യം. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.